നമസ്കാരം. ഇറാനിലെ ചബഹാർ തുറമുഖം ഇന്ത്യക്ക് വെറുമൊരു വിദേശ നിക്ഷേപ പദ്ധതി മാത്രമല്ല, പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനും മധ്യേഷ്യയും ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ തന്ത്രപ്രധാന വാതിലായിരുന്നു. വർഷങ്ങളായി ഇന്ത്യ ഓരോ ബജറ്റിലും ഈ തുറമുഖ വികസനത്തിന് നിശ്ചിത തുക മാറ്റിവെച്ചത് അതിന്റെ ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യം തിരിച്ചറിഞ്ഞതിന്റെ തെളിവാണ്. കഴിഞ്ഞ ബജറ്റിൽ 400 കോടി രൂപ നീക്കിവെച്ചിരുന്നിടത്ത് ഇത്തവണ 1 രൂപ പോലും അനുവദിക്കാതിരുന്നത് സാധാരണ സാമ്പത്തിക തീരുമാനം എന്നതിലുപരി ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. ഇതാദ്യമായാണ് ഇന്ത്യ ഇത്തരമൊരു പിന്മാറ്റം നടത്തുന്നതെന്നത് വസ്തുത തന്നെ സംശയങ്ങൾ ശക്തമാക്കും. അമേരിക്കയുടെ ഇറാൻ വിരുദ്ധ നിലപാടുകളും ഉപരോധ ഭീഷണികളും ശക്തമായ പശ്ചാത്തലത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ അതൃപ്തി നേരിടേണ്ടി വരുമോ എന്ന ഭയം നരേന്ദ്രമോദി സർക്കാരിനെ പിടികൂടിയില്ലേ എന്ന ചോദ്യം അനിവാര്യമായി ഇവിടെ ഉയരുന്നു. സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പ്രസംഗിക്കുന്ന ഇന്ത്യ യാഥാർത്ഥ്യത്തിൽ വാഷിംഗ്ടണിന്റെ കണ്ണുരുട്ടലിന് മുന്നിൽ തലകുനിച്ചോ? ചബഹാർ വിഷയത്തിൽ കാണുന്ന ഈ മൗനം മോദി സർക്കാരിന്റെ വിദേശ നയ ധൈര്യത്തെക്കുറിച്ച് ഗൗരവകരമായ സംശയങ്ങളാണ് ഉയർത്തുന്നത്. കേന്ദ്ര ബജറ്റിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ് അയൽ രാജ്യങ്ങൾക്കുള്ള ഇന്ത്യയുടെ സഹായം. അയൽ രാജ്യങ്ങളെ കൂടെ നിർത്താനും സഹകരണം ശക്തമാക്കാനുമാണ് സർക്കാർ ഇവർക്ക് ധനസഹായം അനുവദിക്കാറുള്ളത്. എന്നാൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം പൂർത്തിയായപ്പോൾ തലയിൽ കൈവച്ചവരിൽ ഇറാനുമുണ്ട്. സമീപകാലത്ത് ആദ്യമായിട്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇറാനുമായുള്ള ഇടപാടുകൾ നിർത്തണമെന്ന അമേരിക്കയുടെ നിർദ്ദേശമാണോ ഇതിന് കാരണമെന്ന് വ്യക്തമല്ല. ഇന്ത്യയുടെ സഹായം ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് ഭൂട്ടാനാണ്. 2288 കോടി രൂപയാണ് ഭൂട്ടാൻ അനുവദിച്ചിരിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൽ ചബഹാർ തുറമുഖത്തിന് 400 കോടി അനുവദിച്ചിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൽ 100 കോടി അനുവദിക്കുകയും പിന്നീട് 400 കോടിയാക്കി ഉയർത്തുകയുമാണ് ചെയ്തത്. ഇത്തവണ ഒരു തുകയും വകയിരുത്തിയിട്ടില്ല. ഇന്ത്യയും ഇറാനും തമ്മിൽ 10 വർഷത്തേക്കുള്ള കരാറാണ് ചബഹാർ തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും ചരക്കുകൾ എത്തിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്ന പദ്ധതിയാണ് ചബഹാർ തുറമുഖം. എന്നാൽ ഇത്തവണ ബജറ്റിൽ പ്രഖ്യാപനമില്ലാത്തത് അമേരിക്കയെ പിടക്കേണ്ടെന്ന് കരുതിയാകുമെന്ന സൂചനയുണ്ട്. ഇറാനുമായി വ്യാപാരം നടത്തുന്നവർക്ക് 25% ചുങ്കം ചുമത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. മാത്രമല്ല, ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പകരം വെനസ്വേലയുടെ എണ്ണ ഇന്ത്യ വാങ്ങുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബജറ്റിന് മുൻപ് വന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഇറാനുള്ള സഹായം കുറയ്ക്കുമെന്ന സൂചന കൂടിയായി. വിവിധ രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിന് ഇന്ത്യ ഓരോ ബജറ്റിലും തുക നീക്കിവെക്കാറുണ്ട്. കഴിഞ്ഞ വർഷം 5483 കോടി രൂപയാണ് നീക്കിവെച്ചത്. ഇത്തവണ 5686 കോടിയായി ഇത് വർദ്ധിപ്പിച്ചു. ബംഗ്ലാദേശിന് കഴിഞ്ഞ വർഷം 120 കോടി പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് 34 കോടിയായി കുറച്ചു. ഈ വർഷം 60 കോടിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാന് 150 കോടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേപ്പാളിന് 800 കോടി, മാലിദ്വീപിന് 550 കോടി, ശ്രീലങ്കയ്ക്ക് 400 കോടി, മ്യാൻമറിന് 300 കോടി, മംഗോളിയയ്ക്ക് 25 കോടി, ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് 225 കോടി, മൗറീഷ്യസിന് 550 കോടി, സീഷൽസിന് 19 കോടി എന്നിങ്ങനെയാണ് കേന്ദ്ര ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്ന തുക. ചബഹാർ തുറമുഖത്തിന് ഫണ്ട് അനുവദിക്കാതെ തീരുമാനം ഇന്ത്യയുടെ ദീർഘകാല ദേശീയ താൽപര്യങ്ങൾക്കെതിരായ ഒരു അപകടകരമായ പിന്മാറ്റമായി ചരിത്രം രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇറാനുമായുള്ള ബന്ധം ദുർബലപ്പെടുത്തുകയും മേഖലയിലെ ഇന്ത്യയുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്യുന്ന ഈ നീക്കം ഒരു ബജറ്റ് വരിയേക്കാൾ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ട്രംപിന്റെ അമേരിക്കയോടുള്ള അമിത ആശ്രയത്വവും അവിടുത്തെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും മോദി സർക്കാരിനെ ഭീതിയിലാഴ്ത്തിയതിന്റെ ഫലമല്ലേ ഇതെന്ന് സംശയിക്കുന്നവർ ഏറെയാണ്. ഒരു കാലത്ത് സ്വതന്ത്രവും ധൈര്യവുമുള്ള വിദേശ നയത്തിന്റെ വക്താവായിരുന്ന ഇന്ത്യ ഇന്നൊരു സൂപ്പർ പവറിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കുന്ന നിലയിലേക്ക് ചുരുങ്ങുന്നുവെങ്കിൽ അത് ഗുരുതരമായ ആത്മപരിശോധന ആവശ്യപ്പെടുന്നു. മോദി ട്രംപിനെ ഭയന്നോ എന്ന ചോദ്യം വെറും രാഷ്ട്രീയ ആരോപണമല്ല. ഇന്ത്യയുടെ സ്വതന്ത്രതയും തന്ത്രപ്രധാന ദിശയും സംബന്ധിച്ച ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മൗനം മറുപടിയാകുമ്പോൾ നഷ്ടം ഇന്ത്യക്കായിരിക്കും.